നഗരപരിധിയിൽ സാധാരണയായി 3 മിനിറ്റാണ് ഒരു ബസ്സിന് സമയം നിശ്ചയിച്ചിട്ടുള്ളത്. 3 മിനിറ്റ് സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 20 കിലോമീറ്റർ സ്പീഡിലാണ് ഓടേണ്ടത്. അവരുടെ സ്റ്റോപ്പുകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു 30 കിലോമീറ്റർ സ്പീഡിൽ ഓടിക്കഴിഞ്ഞാൽ അവർക്ക് നിശ്ചിത സ്ഥാനത്തേക്ക് എത്താൻ പറ്റും. പക്ഷേ ഇങ്ങനെ നഗരത്തിലുണ്ടാകുന്ന പലപ്പോഴും ഉണ്ടാകുന്ന ഗതാഗത കുരുക്കുകളും ഒക്കെയാണ് പിന്നെയുള്ള സമയം ഓടിയെത്താൻ വേണ്ടി അവർ കൂടുതൽ സ്പീഡ് എടുക്കേണ്ടി വരുന്നത്. പുതിയ സംവിധാനം വരുന്നതോടുകൂടി ഈ ഒരു 31-ാം തീയതി ആകുമ്പോഴേക്കും അടുത്ത മാസം 31-ഓടുകൂടി എല്ലാ വാഹനങ്ങൾക്കും പുതിയ രീതിയിലുള്ള ഈ ടൈമിംഗ് സംവിധാനം നടപ്പിലാക്കാൻ വേണ്ടി ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാവരും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. റോഡിനനുസരിച്ച് ടൈം കൊടുക്കുക എന്നുള്ളത്. മോട്ടോർ വാഹന വകുപ്പിൻ്റെ പക്കൽ ഇതിൻ്റെ അമിത വേഗത ഉൾപ്പെടെ പ്രൈവറ്റ് ബസ്സുകളുടെ സഞ്ചാരം സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ അവർ കൃത്യമായി നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനുള്ള സംവിധാനങ്ങൾ എന്തൊക്കെയാണ്? കൂടുതലും ഇപ്പം മോഡേണൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റഡാർ സംവിധാനങ്ങൾ തൃശ്ശൂരിൽ നിന്ന് കാസർഗോഡേക്ക് 91 റഡാർ സംവിധാനങ്ങളും ഒരു കൺട്രോൾ റൂമും ഒരുക്കിയിട്ടുണ്ട്. അതിന് പുറമെ ഈ ബസ്സുകളുടെ ടൈം പഞ്ചിങ് ശാസ്ത്രീയമായിരുന്നില്ല. അത് ഈ അടുത്ത കാലത്തായി ഞങ്ങൾ ഈ ബസ്സുകളിൽ RFID സംവിധാനം വെച്ച് ടൈം പഞ്ചിങ് ഓരോ ബസ് സ്റ്റോപ്പുകളിലും ഓരോ ബസ് സ്റ്റാൻഡുകളിലും എത്തുമ്പോൾ ഈ ബസ് കറക്റ്റ് ടൈമിനാണോ അവിടെ എത്തിയിരിക്കുന്നത് എന്നുള്ള മനസ്സിലാക്കാനുള്ള അത്യാധുനികമായിട്ടുള്ള RFID സംവിധാനത്തോടു കൂടിയുള്ള ഒരു ശൃംഖല ഒരുക്കാൻ നടപടി പുരോഗമിച്ചു വരികയാണ്. തിരികെത്താം. ശ്രീമതി ശ്രീദേവി, യഥാർത്ഥത്തിൽ താങ്കൾ മുമ്പ് സൂചിപ്പിച്ചു ഡ്രൈവർമാരുടെ അശ്രദ്ധയാണ് ഭൂരിഭാഗം അപകടങ്ങൾക്കും കാരണമെന്ന്. ഇത്തരമൊരു കണക്ക് നാറ്റ്പാക്കിന് ലഭിക്കുന്നത് ഈ ഒരു അപകടം ഉണ്ടാകുമ്പോൾ അതിൻ്റെ FIR രജിസ്റ്റർ ചെയ്യപ്പെടുമ്പോൾ അതിൽ രേഖപ്പെടുത്തുന്ന വിവരങ്ങൾ വച്ചിട്ടല്ലേ? മറിച്ച് സമഗ്രമായ ഒരു അന്വേഷണം ഇത്തരം അപകടങ്ങളുടെ കാര്യത്തിൽ ഉണ്ടാകുന്നുണ്ടോ? റോഡിൻ്റെ ദുരവസ്ഥ, ബസ്സുകളുടെ ഫിറ്റ്നസ് കുറവ്, അങ്ങനെ നിരവധി ഘടകങ്ങൾ സ്വാധീനിക്കുന്നില്ലേ അപകടങ്ങളെ? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ 5 കാര്യങ്ങൾ പ്രധാനമായിട്ടും ഈ അപകടങ്ങൾക്കുണ്ട്. പക്ഷേ ഞാൻ ഇത് പറഞ്ഞത് നാറ്റ്പാക്ക് ശാസ്ത്രീയമായി പഠനം നടത്തിയിട്ട് തന്നെയാണ്, FIRനെ മാത്രം ബേസ് ചെയ്തല്ല. കാരണം ഓരോ വലിയ അപകടങ്ങൾ ഉണ്ടാകുമ്പോഴും നാറ്റ്പാക്കിൽ നിന്ന് ഒരു സംഘം സേഫ്റ്റി ഓഡിറ്റ്, ഒരു ആക്സിഡൻറ്റ് റീകൺസ്ട്രക്ഷൻ പ്രോഗ്രാം ഉണ്ട് നാറ്റ്പാക്കിന്. അപ്പോൾ ഓരോ വലിയ അപകടങ്ങൾ ഉണ്ടാകുന്ന സ്ഥലത്തും ഒരു 3 പേരടങ്ങുന്ന സംഘം എത്തി അതിനെക്കുറിച്ച് സമഗ്രമായിട്ടുള്ള ഒരു പഠനം നടത്തി അത് റോഡിൻ്റെ അശാസ്ത്രീയമായ ഘടനയുണ്ടോ അവിടെ, അതല്ലെങ്കിൽ എന്തെങ്കിലും സൈഡ് ഡിസ്റ്റൻസിന് കുറവുണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങൾ പ്രത്യേകമായി അപകടം ഉണ്ടാകാനുണ്ടോ. രാജീവ് പുത്തലത്ത് ഇവിടെ സൂചിപ്പിച്ചു പൊതുവെ KSRTC റൂട്ടുകൾ ബസ്സുകൾ ധാരാളമുള്ള റൂട്ടുകളിൽ അപകടങ്ങൾ കുറവാണെന്ന്. മലബാർ മേഖലയിൽ KSRTCയുടെ ഡെൻസിറ്റി തിരുക്കൊച്ചി ഭാഗത്തെ അപേക്ഷിച്ച് മലബാറിൽ കുറവാണ്. യഥാർത്ഥത്തിൽ KSRTC ബസ്സുകളുടെ അഭാവം സ്വകാര്യ ബസ്സുകളുടെ ആധിക്യത്തിന് കാരണമാകുന്നു. യഥാർത്ഥത്തിൽ KSRTC ബസ്സുകൾ കൂടുതൽ ഷെഡ്യൂളുകൾ അനുവദിച്ചുകൊണ്ടല്ലേ അപകടങ്ങൾ കുറയ്ക്കേണ്ടത് മലബാർ മേഖലയിൽ? KSRTC ബസ്സിൻ്റെ ഷെഡ്യൂളുകൾ തീരുമാനിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. അതായത് KSRTC ഇപ്പോൾ 50 യാത്രക്കാരെ കയറ്റേണ്ട ഒരു ബസ് 5 യാത്രക്കാരുമായിട്ട് പോയി കഴിഞ്ഞാൽ അത് നഷ്ടത്തിലാകും. KSRTC ഇപ്പോൾ തന്നെ വളരെയധികം നഷ്ടത്തിലാണ് അത് പ്രവർത്തിച്ചു വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ KSRTC ഒരു ഷെഡ്യൂളിൽ ഏതെങ്കിലും ഒരു റൂട്ട് ഫിക്സ് ചെയ്യണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള മാനദണ്ഡങ്ങൾ വേണം. ഇപ്പം മലബാർ മേഖലയിൽ ആവശ്യത്തിന് യാത്രക്കാർ ഉള്ള ഒരു റൂട്ടിലാണെങ്കിൽ KSRTCക്ക് തീർച്ചയായിട്ടും ഒരു ബസ് ഓടിക്കാം. ഇപ്പോഴുള്ള ശ്രീദേവി, നാറ്റ്പാക്കിന്റെ വിവരങ്ങൾ അനുസരിച്ച് മലബാർ മേഖലയിലെ ഏത് റൂട്ടിലാണ് യാത്രക്കാർ കുറവുള്ളത്? പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലെ ഏത് റൂട്ടിലാണ് യാത്രക്കാർ കുറവുള്ളത്? യാത്രക്കാർ കുറവുള്ളത് ഏത് റൂട്ടിലെന്നുള്ളത് എനിക്കിപ്പോൾ വ്യക്തമായിട്ട് പറയാൻ പറ്റുന്നില്ല. കാരണം അതിനെക്കുറിച്ചുള്ള ഒരു സമഗ്രമായ പഠനം നടത്തേണ്ടതുണ്ട്. പിന്നെ മലബാർ മേഖലയിൽ യാത്രക്കാർ ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അല്ലെങ്കിൽ ഡ്രൈവർമാരുടെ അശ്രദ്ധയാണ് അപകടങ്ങളുടെ പ്രധാന കാരണമെങ്കിൽ KSRTC ഡ്രൈവർക്കുള്ള ഉത്തരവാദിത്വവും ശ്രദ്ധയും എന്തുകൊണ്ടാണ് സ്വകാര്യ ബസ് ഡ്രൈവർക്ക് ഇല്ലാതെ പോകുന്നത്? KSRTC ബസ്സിൻ്റെ റണ്ണിങ് ടൈമാണ് ഒരു കാരണം. സ്വകാര്യ ബസ്സുകൾക്ക് കോമ്പറ്റീഷൻ കൂടുതലാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാരെ കയറ്റി എത്രയും പെട്ടെന്ന് ഉദ്ദേശിച്ച സ്ഥാനത്തെത്തുക, പെട്ടെന്ന് വീണ്ടും ധാരാളം ആൾക്കാരെ കയറ്റി വേഗം തിരിച്ചു വരിക, അങ്ങനെയുള്ള ഒരു കോമ്പറ്റീഷൻ സ്വകാര്യ ബസ്സിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കാരണം അവർക്ക് ഇതൊരു ഇൻകം ഒരു വലിയ കാര്യമാണ്. എന്നാൽ KSRTC നമ്മൾ പറഞ്ഞ സ്ഥലങ്ങളിൽ നിന്ന് വീണ്ടും ഒന്നുകൂടി മാറേണ്ടി വരുന്നു. അശ്രദ്ധയല്ല പ്രധാന കാരണം. അവർ അമിത വേഗതയിലേക്ക് കാര്യങ്ങൾ നീക്കുന്നു. കാരണം അവർ ലാഭക്കൊതിയന്മാരാണ്. അങ്ങനെയാകുമ്പോൾ
അവർ അമിത വേഗത സ്വീകരിക്കുമ്പോൾ കൂടുതൽ ആളുകളെ തിരികെ കയറ്റുമ്പോൾ അത് ചെക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങൾ നമുക്കുണ്ട് അല്ലേ? ഉണ്ടാവണം. അപ്പം ഞാൻ അശ്രദ്ധ എന്നൊരു ജനറൽ ടേം പറഞ്ഞത് ഓടിക്കുന്ന ഡ്രൈവർമാരുടെ ഉത്തരവാദിത്വ കുറവെന്നുള്ളതാണ്. അശ്രദ്ധ ഡ്രൈവർമാരുടെ തെറ്റ് എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് അശ്രദ്ധ എന്നുള്ള ടേം ഉദ്ദേശിച്ചത്. അതിനകത്ത് അമിത വേഗതയും അശ്രദ്ധയാണ്. വേണ്ടത്ര സ്ഥലങ്ങളിൽ ഹോൺ അടിക്കാതിരിക്കുന്നത്, അപകടങ്ങൾ മുന്നിൽ കണ്ട് പ്രവർത്തിക്കാതിരിക്കുന്നത്, ഇതെല്ലാം അശ്രദ്ധയുടെ ഭാഗമാണ്. അമിത വേഗതയും അതിന്റെ ഒരു ഭാഗമായിട്ട് ശ്രീമതി ശ്രീദേവി, സംസ്ഥാനത്തിന്റെ ഗതാഗത നയത്തിൽ നിർണായക സ്വാധീനം ചെലുത്തുന്ന ഒരു ബോഡി ആയതുകൊണ്ട്, നാറ്റ്പാക്ക് ആയതുകൊണ്ട് താങ്കളുടെ ചോദ്യങ്ങൾ ആവർത്തിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഒരു റോഡിൽ സ്വകാര്യ ബസ്സുകളുടെയും KSRTC വാഹനങ്ങളുടെയും അനുപാതം തീരുമാനിക്കേണ്ടത് ഒരു സമഗ്രമായ റോഡ് നയത്തിന്റെ അടിസ്ഥാനത്തിൽ, ഒരു പ്രദേശത്തെ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലൊക്കെ തന്നെയല്ലേ? തീർച്ചയായിട്ടും. പിന്നെ എന്തുകൊണ്ടാണ് മലബാർ മേഖലയിൽ KSRTCക്ക് ഷെഡ്യൂളുകൾ കുറയുന്നത്? മലബാർ മേഖലയിൽ KSRTCക്ക് ഷെഡ്യൂളുകൾ കുറയുന്നതല്ല, അവിടെ പ്രൈവറ്റ് ബസ്സുകൾ കൂടുന്നതാണ് കാരണം. തിരികെ എത്താം. നമ്മുടെ മലബാർ മേഖലയിൽ കോഴിക്കോടിനെ സംബന്ധിച്ചെങ്കിലും കോഴിക്കോട്ട് നിന്ന് പെർമിറ്റുകൾ അനുവദിക്കപ്പെടുന്നത്, സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റിനുള്ള അപേക്ഷകൾ കൂടി വരികയാണോ ചെയ്യുന്നത്? ഇല്ല, ഇപ്പോൾ കണ്ടുവരുന്നത് പുതിയ പെർമിറ്റുകളൊന്നും വളരെ ചുരുക്കമാണ്. അതിൽ കൂടുതലായിട്ട് പെർമിറ്റ് സറണ്ടറിംഗ് ആണ് കൂടുതൽ നടന്നു വരുന്നത്. അപ്പോൾ നാറ്റ്പാക്ക് ഡയറക്ടർ പറയുന്നതിന് വിരുദ്ധമാണ് താങ്കൾ? അല്ല, പണ്ടുണ്ടായതിനെക്കാട്ടി കമ്പാരിറ്റീവ്ലി പണ്ടൊരു കാലത്ത് ഒരുപാട് പ്രൈവറ്റ് ബസ്സുകളുടെ പെർമിറ്റുകൾ വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ കമ്പാരിറ്റീവ്ലി പുതിയ ബസ്സുകളൊന്നും ഈ രംഗത്തേക്ക് വരുന്നില്ല. കാരണം ഈ സ്വകാര്യ ബസ്സുകൾ നഷ്ടത്തിലാവുന്നതുകൊണ്ടാണ്. അതൊരു കാരണമായിരിക്കാം. പിന്നെ താങ്കൾ ഈ പറഞ്ഞതുപോലെ ഈ അമിത വേഗത്തിൻ്റെ മറ്റൊരു കാരണം ഈ കളക്ഷൻ ബത്ത, പ്രൈവറ്റ് വാഹനങ്ങളിലുള്ള കളക്ഷൻ ബത്ത വളരെയധികം സ്വാധീനം ചെലുത്തുന്നുള്ളതാണ്. ഈ അടുത്ത കാലത്തായി ഈ കോഴിക്കോട് ജില്ലയിൽ പന്തീരാങ്കാവ് എന്ന സ്ഥലത്തേക്ക് ഒരു ബസ് ഉടമകളുടെ ഒരു കൂട്ടായ്മയുണ്ടായി, ഒരു പ്രോഫിറ്റ് ഷെയറിംഗ് രീതി. അവിടെ ആ ഒരു രീതി വന്നതിന് ശേഷം വളരെയധികം അപകടങ്ങൾ കുറഞ്ഞു, കംപ്ലൈൻറ്റുകൾ, ഞങ്ങൾക്ക് കിട്ടുന്ന കംപ്ലൈൻറ്റുകൾ വളരെയധികം കുറഞ്ഞു എന്നുള്ള വസ്തുതയാണ് കാണുന്നത്. പലപ്പോഴും ഈ സ്വകാര്യ ബസ്സുകളുടെ ഡ്രൈവർമാരും കണ്ടക്ടർമാരും കിളികളും ഒക്കെ പെരുമാറുന്നത് ഗുണ്ടകളെ പോലെയാണ്. പലപ്പോഴും പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അല്ലെങ്കിൽ ആ മുതലാളിമാരുടെ സംഘടന സർക്കാരിന് മേൽ സമ്മർദ്ദം ചെലുത്തുകയും നിങ്ങളൊരാളെ ഇടിച്ചിടുകയോ ഒരു അപകടമുണ്ടായാലും ഞങ്ങളത് നോക്കിക്കൊള്ളാം എന്ന രീതിയിൽ പെരുമാറുകയും ചെയ്യുന്നുണ്ട്. ആ ധാർഷ്ട്യം യാത്രക്കാരോട് മാത്രമല്ല ഉദ്യോഗസ്ഥർക്ക് നേരെയുമുണ്ട്. അനുഭവങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതിനു മുമ്പ് പറഞ്ഞ കാര്യം അതാണ്. ഒരു ബസ്സിൽ നമ്പർ ഓഫ് ക്രൂസ് കൂടുന്നതിനനുസരിച്ച് ആ വണ്ടിയുടെ വേഗത കൂടുന്നു, അവിടെ കോമ്പറ്റീഷൻ വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായും അതൊരു റെസ്ട്രിക്റ്റ് ചെയ്യേണ്ട ഘടകം തന്നെയാണ്. ഒരു ബസ്സിൽ ഒന്നോ രണ്ടു പേരിൽ കൂടുതൽ ജീവനക്കാരെ അനുവദിക്കുന്നത് ചിന്തിക്കേണ്ടതാണ്. തങ്ങളെപ്പോലുള്ള ഉദ്യോഗസ്ഥർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയാതെ വരുന്ന സാഹചര്യമുണ്ടോ? അങ്ങനെ ഉണ്ടായിട്ടില്ല. ചെക്കിങ്ങിനൊക്കെ സഹകരിക്കാറുണ്ട്. ശ്രീമതി ശ്രീദേവി, ഇവിടെ രാജീവ് പുത്തലത്ത് വീണ്ടും താങ്കളുടെ കണക്കുകൾക്ക് വിരുദ്ധമായ ചില വസ്തുതകൾ പറയുന്നു. കാരണം സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റുകൾക്കുള്ള അപേക്ഷകൾ കുറഞ്ഞു വരുന്നതായാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് നാറ്റ്പാക്കിന് ഇത്തരത്തിലുള്ള ഒരു വിവരം ലഭിക്കുന്നത്? അല്ല, അദ്ദേഹം പറഞ്ഞത് ശരിയായിരിക്കാം. കാരണം സ്വകാര്യ ബസ്സുകൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏത് സംരംഭത്തിന് ഇറങ്ങിയാലും അത് പല കാരണങ്ങൾ കൊണ്ട് നഷ്ടത്തിലേക്ക് നീങ്ങാറുണ്ട്. അതേപോലെ തന്നെയാണ് സ്വകാര്യ ബസ്സിൻ്റെ കാര്യത്തിൽ. ഇക്കാര്യത്തിൽ ഞങ്ങൾ ചില സ്ഥലത്ത് പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്, ഇതൊരു പബ്ലിക് ട്രാൻസ്പോർട്ടായിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യേണ്ടത്. സ്വകാര്യ ബസ്സിനെയും KSRTCയെയും എല്ലാത്തിനെയും ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടായിട്ട് കരുതിയിട്ട് നമ്മൾക്ക് അതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്താൽ നിരത്തിലുള്ള പേഴ്സണൽ വെഹിക്കിൾസിൻ്റെ എണ്ണം കുറയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സ്വകാര്യ ബസ്സിനെ അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യത്തോടു കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പോൾ അവർക്കും അവരുടെ ടാക്സിലായാലും എന്തെങ്കിലും ഇൻസെൻറ്റീവ്സിലായാലും അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളിൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ആനുകൂല്യങ്ങൾ നൽകി കഴിഞ്ഞാൽ അവസാനമായി ഒരു കാര്യം ചോദിക്കട്ടെ. താങ്കൾ പറഞ്ഞത് ശരിയാണ്, ഇത് പൊതുഗതാഗത സംവിധാനത്തിന്റെ ഭാഗം തന്നെയാണ്. അവസാനമായ ഒരു കാര്യം, വ്യക്തിപരമായി താങ്കൾ ഒരു ബസ് യാത്ര തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഇതിലേതായിരിക്കും തിരഞ്ഞെടുക്കുക? KSRTCയോ അതോ സ്വകാര്യ ബസ്സോ? അങ്ങനെയാണെങ്കിൽ അതിനൊരു അനുപാതം ഉണ്ടാവേണ്ടതല്ലേ റോഡിൽ? തീർച്ചയായിട്ടും ഞാൻ KSRTC ആയിരിക്കും തിരഞ്ഞെടുക്കുക. എങ്ങനെ ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാം? പബ്ലിക് ട്രാൻസ്പോർട്ട് ഒരു പബ്ലിക് ഡിസാസ്റ്റർ ആകാതിരിക്കാൻ? ശ്രീമതി ശ്രീദേവി, കേട്ടോ താങ്കൾ?
ഇല്ല, ഒന്നുകൂടി ആവർത്തിക്കുക ചോദ്യം. നമുക്ക് ഇത്തരം ദുരന്തങ്ങൾ ഇനി ഉണ്ടാകരുത്, എന്തു ചെയ്യണം? ഇത്തരം ദുരന്തങ്ങൾ ഇനി ഉണ്ടാവാതിരിക്കണമെങ്കിൽ എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനമാണ് നമുക്ക് ആവശ്യം. ആദ്യം തൊട്ടേ ഞങ്ങൾ പറയുന്ന ഇതാണ്, ഇത് ആരുടെ മേലും കുറ്റം കെട്ടിച്ചമച്ചിട്ടോ കെട്ടിയേൽപ്പിച്ചിട്ടോ കാര്യമില്ല. എല്ലാവരും, വാഹനം നിരത്തിലേക്ക് കിടക്കുന്ന ഉടമ, വാഹനം ഓടിക്കുന്ന ആളുകൾ, റോഡിലൂടെ സഞ്ചരിക്കുന്ന എല്ലാവരും, നമ്മൾ ജനറലായിട്ട് റോഡ് യൂസേഴ്സ് എന്ന് പറയും, റോഡിൽ കൂടി സഞ്ചരിക്കുന്നവർ, റോഡിലൊരു വാഹനം നിർത്തി പുറത്തേക്ക് ഇറങ്ങുന്നവർ, ഉദ്യോഗസ്ഥന്മാർ, എല്ലാവർക്കും ഇതിന് കൂട്ട ഉത്തരവാദിത്വമാണ്. നമ്മൾ ഇത് എല്ലാവരുടെയും ഒരു കൂട്ട ഉത്തരവാദിത്വമായിട്ട് തന്നെ കരുതി മുന്നോട്ട് പോകേണ്ടതുണ്ട്. അങ്ങനെ അപകടങ്ങൾ കുറയ്ക്കേണ്ടതുണ്ട്. നന്ദി ശ്രീമതി ശ്രീദേവി, നാറ്റ്പാക് ഡയറക്ടർ. ഒപ്പം തന്നെ രാജീവ് പുത്തലത്ത്, ശ്രീരാമകൃഷ്ണൻ MLA ചർച്ച